അടുത്തതെന്ന് നമ്മൾ പറയുന്ന അടുത്ത പോയിന്റായി നമ്മൾ പറയുന്നത് ഇപ്പൊ സാമ്പിളിംഗിൽ എന്ന നോൺ സാമ്പിളിംഗ് എററുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുക, പരിശീലനം ലഭിക്കാത്ത അല്ലെങ്കിൽ എന്താണ് പരിശീലനം ലഭിക്കാത്ത അന്വേഷകർ ഇൻവെസ്റ്റിഗേറ്റർ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റർ ഉപയോഗിക്കുന്നത് മൂലം എന്ത് സംഭവിക്കാം, സാമ്പിളിംഗ് എറർ അല്ലെങ്കിൽ എറർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്താണ് അന്വേഷകർ ഇൻവെസ്റ്റിഗേറ്റർ ഉപയോഗിക്കുന്നത് മൂലം സാമ്പിളിംഗ് എറർ സംഭവിക്കാറുണ്ട്. അതിനങ്ങനെ നമ്മൾ ഈ അവതരണം അല്ലെങ്കിൽ പ്രസന്റേഷൻ ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ടൈമിലോ എന്ത് ചെയ്യും, ഡേറ്റയിൽ പിഴവുകൾ വരാനുള്ള ഡേറ്റകളിൽ പിഴവ് വരാനുള്ള സാധ്യതയുണ്ട്. ഡേറ്റയിൽ പിഴവ് വരാൻ എവിടെയാണ് നമ്മൾ എന്താ സംഹരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴോ അവതരണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴോ അവിടെ നിന്നൊക്കെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, പിഴവ് സംഭവിക്കാനുള്ള സാധ്യത. അപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നോൺ സാമ്പിളിംഗ് എററിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എറേഴ്സ് ഇൻ ഡേറ്റ ആക്വിസിഷൻ, വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ. നോൺ റെസ്പോൺസ് റേറ്റ്, നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ആൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ. പിന്നെ അനുയോജ്യമല്ലാത്ത ഇന്റർവ്യൂ മെത്തേഡുകൾ ഉപയോഗിക്കും. പിന്നെ അവതരണ സമയത്തും അതേപോലെ ഡേറ്റ കളക്ടിങ് സമയത്തും ഉണ്ടാകുന്ന പിഴവുകൾ. പിന്നെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്താണ് ഇൻവെസ്റ്റിഗേറ്ററെ ഉപയോഗിക്കുമ്പോൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നോൺ സാമ്പിളിംഗ് എറേഴ്സ്. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കാവുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡേറ്റ കളക്ടിംഗ് ഏജൻസീസ് അല്ലെങ്കിൽ ദ്വിതീയ ദത്തങ്ങൾ നൽകുന്ന ഉറവിടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന ഡേറ്റ നൽകുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏജൻസീസ് അല്ലെങ്കിൽ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് NSO അല്ല CSO സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ. സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ. അടുത്ത NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. NSSO മറന്നുപോകരുത്. CSO എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷനും NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അടുത്ത നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ മൂന്നാമത്തേതായിട്ടുള്ളത് നമ്മൾ RGI രജിസ്റ്റർ ജേർണൽ ഓഫ് ഇന്ത്യ. ആരാണ് രജിസ്റ്റർ ജേർണൽ ഓഫ് ഇന്ത്യ? RGI എന്നറിയപ്പെടുന്ന രജിസ്റ്റർ ജേർണൽ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ സെൻസസ് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ, ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് ആരാണ്? രജിസ്റ്റർ ജേർണൽ ഓഫ് ഇന്ത്യ RGI. അടുത്ത DGCIS ഡയറക്ടർ ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിക്സ് ആണ് DGCIS. അടുത്ത LB എന്ന് പറയുന്നത് ലേബർ ബ്യൂറോ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 5 എണ്ണത്തിന്റെ അബ്രിവേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അബ്രിവേഷന്റെ എന്താണ് എക്സ്പാൻഡഡ് ഫോം ആണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞ CSO സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ, NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അടുത്ത നമ്മൾ പറഞ്ഞ എന്താണ് RGI രജിസ്റ്റർ ജേർണൽ ഓഫ് ഇന്ത്യ. അടുത്ത നമ്മൾ പറയുന്നത് DGCIS ഡയറക്ടർ ജനറൽ ഓഫ് എന്താണ് പറഞ്ഞത്, കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിക്സ്. ലാസ്റ്റ് വൺ LB ലേബർ ബ്യൂറോ. ഇവിടെ ഇത്രയും ഇതാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഡേറ്റ നമുക്ക് ഡേറ്റ നൽകുന്ന ഡേറ്റ കളക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏജൻസീസ്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏജൻസീസ്. ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ 5 എണ്ണമാണ്. പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കാം. മിനിമം 3 എണ്ണമെങ്കിലും നമ്മൾ എഴുതാൻ തയ്യാറായിരിക്കണം. അപ്പൊ ഈ ടോപ്പിക്കോട് കൂടി നമ്മളെ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു വന്ന കാര്യം ഒന്നുകൂടെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തു വരാം. ഒന്നുകൂടെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തു വരാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡേറ്റ. എന്താണ് ഡേറ്റ എന്ന് പഠിച്ചു. എന്താണ് ഡേറ്റ അല്ലെങ്കിൽ ദത്തങ്ങൾ എന്താണെന്ന് പഠിച്ചു. ദത്തങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു. നമ്മൾ കളക്ട് ചെയ്യുന്ന എന്ത് ഫാക്ടിനെയും അതൊരു ന്യൂമറിക്കൽ നമ്പറിലാണെങ്കിൽ നമുക്ക് ഡേറ്റ എന്ന് വിളിക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് നമ്മൾ പഠിച്ചു. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ പറഞ്ഞു എന്താണ് പ്രൈമറി ഡേറ്റ, എന്താണ് സെക്കൻഡറി ഡേറ്റ, അവ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, എന്താണ് പ്രൈമറി ഡേറ്റ അല്ലെങ്കിൽ പ്രൈമറി ഡേറ്റയുടെ 3 പോയിന്റ് എന്താണ്, സെക്കൻഡറി ഡേറ്റയുടെ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. കുറച്ച് പോയിന്റുകൾ വെച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രൈമറി ഡേറ്റ എന്താണ്, നമ്മൾ ആദ്യമായി കളക്ട് ചെയ്യുന്ന ഡേറ്റയെ പ്രൈമറി ഡേറ്റ എന്നും മറ്റൊരാൾ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ വീണ്ടും റീയൂട്ടിലൈസ് ചെയ്യുമ്പോൾ എന്താണ് അതിനെ സെക്കൻഡറി ഡേറ്റ എന്ന് പറയും. അപ്പൊ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, റാ മെറ്റീരിയലും. ഇതെന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരാൾ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. ഒരാൾ കളക്ട് ചെയ്ത ഡേറ്റയെ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റായി ഇറങ്ങി കളക്ട് ചെയ്യുന്ന ഡേറ്റയെ പ്രൈമറി ഡേറ്റ എന്നും മറ്റൊരാൾ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്, അതിനെ സെക്കൻഡറി ഡേറ്റ എന്നും വിളിക്കുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ചോദ്യാവലി വേണം. ആ ചോദ്യാവലിക്ക് വേണ്ട കുറച്ച് പ്രോപ്പർട്ടികൾ, ഒരു നല്ലൊരു ചോദ്യാവലി അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് ക്വസ്റ്റ്യനെയറിന് വേണ്ട പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ, പ്രധാനപ്പെട്ട ഒരു ചോദ്യാവലി എങ്ങനെയായിരിക്കണം, അതിന് ഓപ്പൺ എൻഡഡ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ വേണം, ഇങ്ങനെയുള്ള എന്താണ് പൊതുവായ ചോദ്യങ്ങൾ തുടങ്ങി എന്താണ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടന്നു ചെല്ലണം. അതിനങ്ങനെ ചോദ്യങ്ങൾ എന്തായാലും വളരെ ലഘുവായിരിക്കണം. നമുക്ക് ഇൻഫോർമേഷൻ നൽകുന്ന വ്യക്തി ഇൻഫോർമെന്റ് എന്ന് വിളിക്കുന്നു. ആ ഇൻഫോർമെന്റ് നമുക്ക് ഇൻഫർമേഷൻ തരുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഇൻഫോർമേഷൻ തരുന്ന രീതിയിലായിരിക്കണം. പിന്നെ ചോദ്യങ്ങൾ വളരെ ചെറുതും വ്യക്തവുമായിരിക്കണം. ഇങ്ങനെയുള്ള രീതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഗുഡ് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഒരു ചോദ്യാവലി തയ്യാറാക്കേണ്ടത്. കൂടുതൽ എന്താണ് അയാളുടെ മനസ്സിനെയോ അയാളുടെ ഇതായോ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ പാടില്ല. നമുക്ക് ഡേറ്റ കളക്ഷന് വേണ്ടിയുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, പക്ഷേ ക്വസ്റ്റ്യൻ എന്തായിരിക്കണം, ചെറുതും വ്യക്തവുമായിരിക്കണം. എന്താണ് ഒരു അവ്യക്തത ക്വസ്റ്റ്യനിലേക്ക് പാടില്ല, ക്വസ്റ്റ്യനിൽ പാടില്ല. അല്ലെങ്കിൽ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യും, മാനസികമായ പീഡനങ്ങൾക്കോ അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അയാൾക്ക് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ അയാളിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയിരിക്കണം, അയാളിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിരിക്കണം. അടുത്തത് നമുക്ക് പോകേണ്ടത്, അടുത്ത ടോപ്പിക്കായി നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ കളക്ടിങ് മെത്തേഡുകൾ എന്തൊക്കെയാണ്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഡയറക്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിമുഖം. ഒരാളെ ഡയറക്റ്റ് ആരിൽ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അയാളിലേക്ക് ഇൻവെസ്റ്റിഗേറ്റർ ഇറങ്ങി, ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റായി നടത്തുന്ന ഇന്റർവ്യൂവിലൂടെ അയാൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്ന രീതി, അയാൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഡയറക്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ടെലഫോണിക് ഇന്റർവ്യൂ. നമ്മൾ ആരിൽ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കുന്നത് ആ ഇൻഫോർമെന്റിനെ അല്ലെങ്കിൽ റെസ്പോണ്ടന്റിനെ എന്തിലൂടെ ഓവർ ദ ടെലഫോണിലൂടെ കോൺടാക്ട് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതി, ടെലഫോണിലൂടെ കോൺടാക്ട് ചെയ്യുന്ന രീതിയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയാണ് എന്ന് പറയുന്നത് ടെലഫോണിക് ഇന്റർവ്യൂ എന്ന് വിളിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് മെയിൽഡ് ക്വസ്റ്റ്യനെയർ. നമ്മളെന്ത് ചെയ്യും, ശക്തമായ ഒരു ചോദ്യാവലി തയ്യാറാക്കി അതെന്ത് ചെയ്യും, നമുക്ക് ഇൻഫർമേഷൻ നൽകുന്ന വ്യക്തി നമ്മൾ എന്ത് ചെയ്യും, മെയിലിലൂടെ അയച്ചു കൊടുക്കുന്നു. ആ അയച്ചു കൊടുത്ത ചോദ്യാവലിക്ക് അയാൾ എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. അയാളൊരു റെസ്പോൺസ് ഒരു പേപ്പറിലാണോ എന്തിനാണോ ഇൻഫർമേഷൻ അയാൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നമുക്ക് തിരിച്ചയച്ചു തരുന്നു. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നു. പക്ഷെ ഇതൊരിക്കലും എന്തല്ല, റിമോട്ട് ഏരിയകളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കാണ്. കാരണം എന്ത്, കാലതാമസം എടുക്കും. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കണം, അവിടെ നിന്ന് തിരിച്ച് റെസ്പോൺസ് വരാനുള്ള ടൈം എടുക്കുന്നു. അടുത്ത നാലാമത്തെ ഇൻഡയറക്റ്റ് ഓറൽ കോൺവെർസേഷൻ. ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ ഒരിക്കലും ഇൻവെസ്റ്റിഗേറ്റർ ഇറങ്ങാതെ എന്യൂമറേറ്റർ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയി എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുന്നു. ആ എന്യൂമറേറ്റർ കളക്ട് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർക്കും ഇൻഫോർമെന്റിനും ഇടയ്ക്കുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നത് എന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റർക്കും ഇൻഫോർമെന്റിനും ഇടയിലുള്ള വ്യക്തിയാണ് എന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്യൂമറേറ്റർ ഡേറ്റ കളക്ട് ചെയ്ത ശേഷം അത് കൈമാറുന്നു, ഇൻവെസ്റ്റിഗേറ്റർക്ക് കൈമാറുന്നു. അതാണ് ഇൻഡയറക്റ്റ് ഓറൽ കോൺവെർസേഷൻ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോക്കൽ റിപ്പോർട്ട് അനുസരിച്ച്, അതായത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം, അതായത് ലോക്കൽ ഏജൻസിയിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഗുഡ് ക്വസ്റ്റ്യനെയർ, നമ്മളെ കയ്യിൽ ഗുഡ് ക്വസ്റ്റ്യനെയർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള പൈലറ്റ് സർവേ. നമ്മളെ കയ്യിലുള്ള ക്വസ്റ്റ്യനെയറിന് എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടോ അതെന്ത് ചെയ്യണം, ഒരു പ്രീ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രീ ടെസ്റ്റ് ചെയ്യണം എന്ന രീതിയിലാണ് എന്ത് വന്നത്, പൈലറ്റ് സർവേ. ആ പൈലറ്റ് സർവേ നടത്തുകൊണ്ടുള്ള ഉപയോഗം എന്താണ് അതൊക്കെ പഠിക്കുക. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് പ്രധാനമായും നമ്മൾ പഠിച്ച ടോപ്പിക് സെൻസസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്താണ് സെൻസസ് എന്ന് പഠിച്ചു. ഇന്ത്യയിൽ സെൻസസ് നടത്താനുള്ള അധികാരം ആരാണ്, രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. അപ്പൊ ഏറ്റവും അവസാനം സെൻസസ് നടന്നത് എന്നാണ്, 2011. അന്നത്തെ സെൻസസ് കമ്മീഷണർ ആരായിരുന്നു, CM ചന്ദ്രമൗലി ആയിരുന്നു. ഇനി സെൻസസ് നടക്കുന്നത് എത്രയാണ്, 2021. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടപ്പാക്കുന്നത്. എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയത്, 1872 ലോർഡ് മേയോ ആണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയത്. അതിനുശേഷം 1881 ലോർഡ് റിപ്പൺ ഇന്ത്യയിൽ ആദ്യമായി റെഗുലർ സെൻസസ് അല്ലെങ്കിൽ എന്താണ് കൃത്യമായ കണക്കുകളോടെ അല്ലെങ്കിൽ വിവരണത്തോടെയുള്ള ഒരു സെൻസസ് വിവരശേഖരണത്തോടു കൂടി ഒരു സെൻസസ് നടപ്പിലാക്കി. പിന്നെ ഓരോ 10 വർഷം കൂടുമ്പോഴും ഇന്ത്യയിൽ സെൻസസ് നടപ്പിലാക്കി വരുന്നു. ഇനി സെൻസസ് നടക്കാൻ 2021. അതിന് സെൻസസ് മെത്തേഡ് നടത്തുന്നതിനുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, സെൻസസ് മെത്തേഡിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച ഒരു ടെക്നിക്കാണ് സാമ്പിളിംഗ് മെത്തേഡ്. എന്താണ് സാമ്പിൾ മെത്തേഡ് അല്ലെങ്കിൽ സാമ്പിൾ സർവേ എന്താണെന്ന് പഠിച്ചു. ആ സാമ്പിൾ സർവേയുടെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന്, സാമ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു വലിയ പോപ്പുലേഷനിലെ അല്ലെങ്കിൽ സെൻസസ് നടത്തേണ്ട ഒരു വലിയ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു വലിയ സമുച്ചയത്തിലെ സമഷ്ടിയിലെ നമുക്ക് വേണ്ട ഒരു പാർട്ട് എടുത്ത് നമ്മൾ സ്റ്റഡി നടത്തുന്നതിന് സാമ്പിൾ എന്ന് പറയുന്നു, സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അപ്പൊ സാമ്പിൾ സർവേ നടത്തുന്നുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് പഠിപ്പിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളായി പഠിപ്പിച്ച ടോപ്പിക്കാണ് സാമ്പിൾ സർവേ നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും എന്തൊക്കെ ടൈപ്പ് സാമ്പിൾ സർവേ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ പഠിച്ച 2 സാമ്പിൾ സർവേകളാണ് റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിംഗ്.
റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് യാദർച്ഛികമായ സാമ്പിളിങ്ങും യാദർച്ഛികമല്ലാത്ത സാമ്പിളിങ്ങിനെ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കും. യാദർച്ഛികമായ സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിങ്ങിനെ പ്രധാനമായും രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായും രണ്ട് രീതിയിൽ തരംതിരിച്ച് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോട്ടറി മെത്തേഡ് അല്ലെങ്കിൽ ലോട്ട് മെത്തേഡ്, ഭാഗ്യക്കുറി രീതി, ഭാഗ്യക്കുറി സെലക്ട് ചെയ്യുന്ന രീതി. അതിനെന്താണ്, എല്ലാത്തിനും എല്ലാ സാമ്പിളുകൾക്കും ഈക്വൽ ചാൻസ് നൽകുന്നതാണ് ലോട്ടറി മെത്തേഡ് അല്ലെങ്കിൽ സാമ്പിളിംഗ്. ആ സാമ്പിളിംഗ് ടെക്നിക്ക് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ യൂണിറ്റുകൾക്കും നമ്മുടെ സമുച്ചയത്തിൽ അല്ലെങ്കിൽ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റുകൾക്കും ഒരേ രീതിയിലുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് നൽകുന്നതാണ് എന്താണ് റാൻഡം സാമ്പിളിംഗ്. നോൺ റാൻഡം സാമ്പിളിങ്ങിന്റെ സമയത്ത് എന്താണ്, ഓരോന്നിനും ഓരോ ചാൻസ് ആയിരിക്കും. അവിടെ എന്തുണ്ട്, ഇൻവെസ്റ്റിഗേറ്ററുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അയാളുടെ കൺവീനിയൻസിന് അല്ലെങ്കിൽ അയാളുടെ ജഡ്ജ്മെന്റിന് എന്തുണ്ട്, പവർ ഉണ്ട്. അയാൾ എടുക്കുന്ന ജഡ്ജ്മെന്റിന് പവർ ഉണ്ട് അല്ലെങ്കിൽ അയാളുടെ ജഡ്ജ്മെന്റ് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എന്തുണ്ട്, അവസരമുണ്ട്. പക്ഷെ ഏതിന് അവസരമില്ല, റാൻഡം സാമ്പിളിങ്ങിന് അവസരമില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്, അവസരമുണ്ട്. പക്ഷെ തുല്യ അവസരമാണ് അവിടെ നൽകുന്നത്. ഇവിടെ എന്താ, തുല്യ അവസരമല്ല. ഇൻവെസ്റ്റിഗേറ്റർ ഏത് സെലക്ട് ചെയ്യുമോ അതിനാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത്. അടുത്ത നോൺ റാൻഡം സാമ്പിളിംഗ് പറഞ്ഞ ശേഷം സാമ്പിളിംഗ് ടെക്നിക്സ് പറഞ്ഞു. അത് കഴിഞ്ഞ് സാമ്പിളിംഗ് എറർ ആണെന്ന് പറഞ്ഞു. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്ത വാല്യൂവും ആക്ച്വൽ വാല്യൂ ഓഫ് ദ പാരാമീറ്ററും തമ്മിലുള്ള ഡിഫറൻസിനെ എന്തെന്ന് പറയാം, എസ്റ്റിമേറ്റഡ് വാല്യൂവും അതേപോലെ ആക്ച്വൽ വാല്യൂ ഓഫ് ദ പാരാമീറ്ററും തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് എറർ. എങ്ങനെ സാമ്പിളിംഗ് എറർ റെഡ്യൂസ് ചെയ്യാം, ലാർജസ്റ്റ് സാമ്പിൾ നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ സൈസ് കൂട്ടിയാൽ മതി എന്ത് ചെയ്യാം, സാമ്പിളിംഗ് എറർ റെഡ്യൂസ് ചെയ്യാം. അടുത്ത നോൺ സാമ്പിളിംഗ് എറർ എന്തൊക്കെയാണ്, സാമ്പിളിംഗ് വഴി അല്ലാതെ ഉണ്ടാകുന്ന എറർ എന്തൊക്കെയാണ്, അതിന് നമ്മൾ 5 പോയിന്റോളം പഠിച്ചു. എന്തൊക്കെയാണ്, എറേഴ്സ് ഇൻ ഡേറ്റ അക്വസിഷൻ, വിവരശേഖരണ സമയത്ത്, നോൺ റെസ്പോൺസ്, അനുയോജ്യമല്ലാത്ത ചോദ്യാവലി എന്ന് വെച്ചാൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുമ്പോൾ വരാം. അല്ലെങ്കിൽ തൊഴിലന്വേഷകർ ഇൻഎക്സ്പീരിയൻസ്, അവരുടെ അല്ലെങ്കിൽ നമ്മളെ തൊഴിലന്വേഷകരുടെ നമ്മളെ വിവരങ്ങൾ ശേഖരിക്കുന്ന അന്വേഷകരുടെ ഇൻഎക്സ്പീരിയൻസ് വരാം. അതല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേറ്റ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പിഴവുകൾ, ഇതൊക്കെ എന്ത് ചെയ്യാം, ഡേറ്റ ഓർഗനൈസേഷൻ കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ അപഗ്രഥനം നടത്തുന്ന അല്ലെങ്കിൽ അതിനെ ക്രോഡീകരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫറൻസ് ആയിട്ടുള്ള പിഴവുകൾ നമുക്ക് എന്ത് ചെയ്യും, എൻട്രി ചെയ്യുമ്പോഴുണ്ടാകുന്ന പിഴവുകൾ, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്കുണ്ടാകുന്ന നോൺ സാമ്പിളിംഗ് എററുകളാണ്. ഈ നോൺ സാമ്പിളിംഗ് എറർ കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ടോപ്പിക് നമ്മൾ പഠിച്ചത് എന്താണ്, ഇന്ന് പറഞ്ഞത് തന്നെയാണ്. എന്താണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡേറ്റ കളക്ടിംഗ് ഏജൻസീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡേറ്റ കളക്ടിംഗ് ഏജൻസീസ് ഏതൊക്കെയാണ് മറന്നുപോയത്. ആദ്യം പറഞ്ഞ CSO സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ, NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അടുത്ത നമ്മൾ പഠിച്ചത് ഏതാണ്, RGA രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അടുത്ത DGCIS ഡയറക്ടർ ജനറൽ ഓഫ് എന്താണ്, കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിക്സ്. അടുത്ത നമ്മൾ പഠിച്ച LB ലേബർ ബ്യൂറോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഏതാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ വിവരങ്ങളുടെ ശേഖരണം, ദത്തങ്ങളുടെ ശേഖരണം എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ഫൈനൽ പരീക്ഷയിൽ 80 മാർക്കിന്റെ പരീക്ഷയിൽ നമുക്കറിയാം എക്കണോമിക്സ് എന്ന് ചോദിക്കുന്നത് 40 മാർക്ക്. എക്കണോമിക്സിന്റെ രണ്ടാമത്തെ പാർട്ട്, എക്കണോമിക്സ് എന്ന പാർട്ട് 40 മാർക്കിനും പാർട്ട് ബി സ്റ്റാറ്റിക്സിൽ നിന്ന് 40 മാർക്കിനും ചോദിക്കും. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ 3 അല്ലെങ്കിൽ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അതിന് പ്രതീക്ഷിക്കാം. ആ 3 അല്ലെങ്കിൽ 4 മാർക്ക് വെയിറ്റേജ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ നൽകിയത്. ഈ ചാപ്റ്റർ നൽകിയിരിക്കുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ 5 മാർക്ക്, മാക്സിമം 5 മാർക്ക്, മിനിമം 4 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മളിപ്പോ 2 ചാപ്റ്ററുടെ ഏകദേശം ഫൈനൽ പരീക്ഷയ്ക്കുള്ള 9 മാർക്കിനുള്ള ചാപ്റ്ററുകളാണ് ഈ 2 ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഈ 2 ചാപ്റ്ററുകളിലായി 10ഓളം ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്തത്, കവർ ചെയ്യപ്പെട്ടത്.